ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം. ശ്ലോകം 11. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിനഃ കർമ്മ കുർവന്തി സംഗം ത്യക്ത്വാത്മശുദ്ധയേ. കായേന ശരീരം കൊണ്ടും, മനസാ മനസ്സുകൊണ്ടും, ബുദ്ധ്യാ ബുദ്ധി കൊണ്ടും, കേവലൈ ഇന്ദ്രിയൈ അപി കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ടും, സംഗം ത്യക്ത്വ കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ, യോഗിന കർമ്മയോഗികൾ, ആത്മശുദ്ധയെ മനഃശുദ്ധിക്കായി, കർമ്മ കുർവന്തി കർമ്മങ്ങളെ ചെയ്യുന്നു. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ കർമ്മയോഗികൾ മനഃശുദ്ധിക്കായി കർമ്മങ്ങളെ ചെയ്യുന്നു. ശ്ലോകം 12. യുക്ത കർമ്മഫലം ത്യക്ത്വാ ശാന്തിമാപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യുക്ത കർമ്മത്തെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മയോഗി കർമ്മഫലത്തെ ത്യക്ത്വ ഉപേക്ഷിച്ചിട്ട്, നൈഷ്ഠികീം ശാന്തിം മനസ്സ് ആത്മാവിൽ അടങ്ങിയതുകൊണ്ടുണ്ടായ ശാശ്വതമായ ശാന്തിയെ ആപ്നോതി പ്രാപിക്കുന്നു. അയുക്ത കർമ്മയോഗിയല്ലാത്തവൻ കാമകാരേണ ആഗ്രഹത്തോടെ കർമ്മം ചെയ്യുന്നതിനാൽ ഫലേ സക്ത കർമ്മഫലങ്ങളിലുള്ള ആസക്തി ഹേതുവായിട്ട് നിബധ്യതേ ബദ്ധനായിത്തീരുന്നു. അതായത് ഫലേച്ഛയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ വാസനകളായി പുനർജന്മത്തിന് കാരണമായിത്തീരുന്നു. അതുതന്നെയാണ് ബന്ധം. കർമ്മത്തെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മയോഗി കർമ്മഫലത്തെ ഉപേക്ഷിച്ചിട്ട് ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുന്നു. കർമ്മയോഗി അല്ലാത്തവൻ ആഗ്രഹത്തോടെ കർമ്മം ചെയ്യുന്നതിനാൽ കർമ്മഫലങ്ങളിലുള്ള ആസക്തി ഹേതുവായിട്ട് ബദ്ധനായിത്തീരുന്നു. ശ്ലോകം 13. സർവകർമാണി മനസാ സംന്യസ്യാസ്ഥേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. വശി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കിയ ദേഹി ജീവൻ, സർവകർമാണി എല്ലാ കർമ്മങ്ങളെയും മനസാ സംന്യസ്യ മനസ്സുകൊണ്ട് സന്യസിച്ചിട്ട്, ന കുർവൻ ഒന്നും ചെയ്യാതെയും, ന കാരയൻ ഏവ ഒന്നും ചെയ്യിക്കാതെയും, നവദ്വാരേ 9 ദ്വാരങ്ങളോടുകൂടിയ പുരേ ശരീരത്തിൽ സുഖമായി ആസ്തേ ഇരിക്കുന്നു. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കിയ ജ്ഞാനിയായ ജീവൻ എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിച്ചിട്ട് ഒന്നും ചെയ്യാതെയും ഒന്നും ചെയ്യിക്കാതെയും 9 ദ്വാരങ്ങളോടുകൂടിയ ശരീരത്തിൽ സുഖമായി ഇരിക്കുന്നു. ശ്ലോകം 14. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫലസംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. സർവശക്തനായ ഈശ്വരൻ ലോകത്തിലുള്ള ജീവന്മാർക്ക് കർത്തൃത്വത്തെ ന സൃജതി സൃഷ്ടിക്കുന്നില്ല, ന കർമാണി കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല, കർമ്മഫല സംയോഗം കർമ്മഫലങ്ങളോടുള്ള ചേർച്ചയെയും ന സൃഷ്ടിക്കുന്നില്ല. സ്വഭാവത്തു ജീവൻ്റെ പ്രകൃതിയാണ്, അതായത് കർമ്മവാസനകളാണ് പ്രവർത്തിക്കുന്നത്. സർവശക്തനായ ഈശ്വരൻ ലോകത്തിലുള്ള ജീവന്മാർക്ക് കർത്തൃത്വത്തെ സൃഷ്ടിക്കുന്നില്ല, കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല, കർമ്മഫലങ്ങളോടുള്ള ചേർച്ചയെയും സൃഷ്ടിക്കുന്നില്ല. ജീവൻ്റെ പ്രകൃതിയാണ് പ്രവർത്തിക്കുന്നത്, അതായത് കർമ്മവാസനകൾ. ശ്ലോകം 15. നാദത്തേ കസ്യചിത് പാപം
ന ചൈവ സുകൃതം വിഭുഃ അജ്ഞേനാനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. വിഭു സർവവ്യാപിയായ ഈശ്വരൻ കസ്യചിത് ഒരുവൻ്റെയും പാപം ന ആദത്തെ പാപത്തെ സ്വീകരിക്കുന്നില്ല, സുകൃതം ച ന ഏവ പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല. ജ്ഞാനം അതായത് താൻ ആത്മാവാണെന്ന ബോധം അജ്ഞാനേന അജ്ഞാനത്താൽ ആവൃതം മറയപ്പെട്ടിരിക്കുന്നു. തേന അതുകൊണ്ട് ജന്തവ ജീവന്മാർ മുഹ്യന്തി തെറ്റിദ്ധരിക്കുന്നു, ഈശ്വരനിൽ പക്ഷപാതം ആരോപിക്കുന്നു. സർവവ്യാപിയായ ഈശ്വരൻ ഒരുവൻ്റെയും പാപത്തെയും പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല. താൻ ആത്മാവാണെന്ന ബോധം അജ്ഞാനത്താൽ മറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ജീവന്മാർ തെറ്റിദ്ധരിക്കുന്നു, ഈശ്വരനിൽ പക്ഷപാതം ആരോപിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 16. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തൽപരം. ആത്മന ആത്മാവാണ് താനെന്ന ബോധമാകുന്ന ജ്ഞാനേന തു ജ്ഞാനം കൊണ്ടാകട്ടെ യേഷാം യാതൊരുവരുടെ തദ് അജ്ഞാനം ആ അജ്ഞാനം നാശിതം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ തേഷാം അവരുടെ ജ്ഞാനം ആദിത്യവത് അവരുടെ ജ്ഞാനം സൂര്യൻ എന്ന പോലെ തത്പരം പ്രകാശയതി പരമാർത്ഥ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു. ആത്മാവാണ് താനെന്ന ബോധമാകുന്ന ജ്ഞാനം കൊണ്ടാകട്ടെ യാതൊരുവരുടെ ആ അജ്ഞാനം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അവരുടെ ജ്ഞാനം സൂര്യൻ എന്ന പോലെ പരമാർത്ഥ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു. തദ്ബുദ്ധയസ്തദാത്മാനസ്തന്നിഷ്ഠാസ്തത്പരായണാ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാ. തദ്ബുദ്ധയ പരമാത്മതത്വമാണ് താനെന്നുറച്ചവരും തദാത്മാനഃ പരമാത്മാവിൽ നിശ്ചലമായി ഉറച്ച മനസ്സോടുകൂടിയവരും തന്നിഷ്ഠ പരമാത്മാവിൽ ദൃഢമായുറച്ച നിഷ്ഠയോടുകൂടിയവരും തത്പരായണ പരമാത്മതത്വത്തെ തന്നെ പരമമായ ആശ്രയമായി കരുതിയവരും ജ്ഞാനനിർധൂത കൽമഷ ജ്ഞാനം കൊണ്ട് മനസ്സിലെ കർമ്മവാസനകളെ നിശേഷം നശിപ്പിച്ചവരുമായ മഹാത്മാക്കൾ പുനരാവൃത്തിയില്ലാത്തതായ അതായത് സംസാരത്തിലേക്ക് വീണ്ടും ജനിച്ചു വരേണ്ട ആവശ്യമില്ലാത്തതായ സ്ഥാനത്തെ അതായത് മോക്ഷത്തെ ഗച്ഛന്തി പ്രാപിക്കുന്നു. പരമാത്മതത്വമാണ് താനെന്നുറച്ചവരും പരമാത്മാവിൽ നിശ്ചലമായി ഉറച്ച മനസ്സോടുകൂടിയവരും പരമാത്മാവിൽ ദൃഢമായുറച്ച നിഷ്ഠയോടുകൂടിയവരും പരമാത്മതത്വത്തെ തന്നെ പരമമായ ആശ്രയമായി കരുതിയവരും ജ്ഞാനം കൊണ്ട് മനസ്സിലെ കർമ്മവാസനകളെ നിശേഷം നശിപ്പിച്ചവരുമായ മഹാത്മാക്കൾ പുനരാവൃത്തിയില്ലാത്തതായ സംസാരത്തിലേക്ക് വീണ്ടും ജനിച്ചു വരേണ്ട ആവശ്യമില്ലാത്തതായ സ്ഥാനത്തെ അതായത് മോക്ഷത്തെ പ്രാപിക്കുന്നു. ശ്ലോകം 18. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാഗേ ച പണ്ഡിതാ സമദർശിനഃ. വിദ്യാവിനയസമ്പന്നേ വിദ്യയും വിനയവുമാകുന്ന സമ്പത്തോടുകൂടിയ ബ്രാഹ്മണേ ബ്രാഹ്മണനിലും ഗവി പശുവിലും ഹസ്തിനി ആനയിലും ശുനി ച നായയിലും സ്വപാകേ ച ഏവ ചണ്ഡാളനിലും പണ്ഡിതാ ജ്ഞാനികൾ സമദർശിന സമമായി ബ്രഹ്മത്തെ കാണുന്നവരാണ്. എല്ലാ ആഭരണങ്ങളിലും സ്വർണത്തെ കാണുന്ന മാതിരി എല്ലാ ജീവജാലങ്ങളിലും ബ്രഹ്മത്തെ കാണുന്നു. ശ്ലോകം 19. ഇഹൈവ തൈർജിത സർഗോ യേഷാം സാമ്യേ സ്ഥിതം മനഃ
നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിത. യേഷാം മന യാതൊരുവരുടെ മനസ്സ് സാമ്യേ സമദൃഷ്ടിയിൽ സ്ഥിതി ചെയ്യുന്നുവോ തൈ അവരാൽ ഇഹ ഏവ ഈ ലോകത്തിൽ, അതായത് ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ സർഗ ജനന മരണസ്വരൂപമായ സംസാരം ജയിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മം നിർദോഷം ദോഷമൊന്നുമില്ലാത്തതും സമം എല്ലാത്തിലും സമമായിരിക്കുന്നതുമാകുന്നു. തസ്മാത് തേ അതിനാൽ അവർ എല്ലാത്തിലും ബ്രഹ്മത്തെ കാണുന്ന സമദർശികൾ ബ്രഹ്മണി ഏവ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവരായിരിക്കുന്നു. ശ്ലോകം 20. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ച പ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത. സ്ഥിരബുദ്ധി ബ്രഹ്മത്തിൽ സ്ഥിരമായുറച്ച ബുദ്ധിയോട് കൂടിയവൻ, അതായത് ഞാൻ ബ്രഹ്മം തന്നെ എന്ന ബോധത്തോടു കൂടിയവൻ. അസമ്മൂഢ ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനത്തിൽ നിന്ന് നിവർത്തിച്ചവനും ബ്രഹ്മണി സ്ഥിത ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മനിഷ്ഠനുമായ ബ്രഹ്മവിദ് ബ്രഹ്മജ്ഞാനി പ്രിയം ഇഷ്ടവസ്തുവിനെ പ്രാപ്യ ലഭിച്ചാൽ ന പ്രഹൃഷ്യേത് സന്തോഷിക്കരുത്, അപ്രിയം അനിഷ്ടാനുഭവത്തെ പ്രാപിച്ചാൽ ന ഉദ്വിജേത് ച വ്യസനിക്കുകയും ചെയ്യരുത്. അതായത് ബ്രഹ്മത്തിൽ സ്ഥിരമായുറച്ച ബുദ്ധിയോട് ഞാൻ ബ്രഹ്മം തന്നെ എന്ന ബോധത്തോടു കൂടിയവനും ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനത്തിൽ നിന്ന് നിവർത്തിച്ചവനും ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മനിഷ്ഠനുമായ ബ്രഹ്മജ്ഞാനി ഇഷ്ടവസ്തുവിനെ ലഭിച്ചാൽ സന്തോഷിക്കരുത്, അനിഷ്ടാനുഭവത്തെ പ്രാപിച്ചാൽ വ്യസനിക്കുകയും ചെയ്യരുത്. ഓം നമോ ഭഗവതേ വാസുദേവായ.